സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് നോക്കാം നമ്മൾ. സ്പ്ലീൻ, ലിംഫ് നോഡ്, അതുപോലെ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ് അഥവാ മാൾട്ട്. സോ ഫസ്റ്റ് വൺ സ്പ്ലീൻ. സ്പ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബീൻ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഓർഗനം. സോ വലുതാണ്, തൈമസ് ആണെങ്കിൽ ചെറുതാണ്. തൈമസ് നമ്മൾ പറയണ്ടായിരുന്നു ആദ്യം ഒരു സൈസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കുട്ടിയായി അത് ഒരു അഡൾട്ട് എത്തുമ്പോഴേക്കും അത് വളരെ ചെറിയ സൈസായിട്ട് മാറുന്നു. എന്നാൽ സ്പ്ലീൻ എന്ന് പറഞ്ഞ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു ബീൻ ഷേപ്പ്ഡ് ലാർജ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിലുള്ളത് സ്പ്ലീനിൽ എന്തൊക്കെയുണ്ട്? ലിംഫോസൈറ്റുകളും ഫാഗോസൈറ്റുകളുമാണുള്ളത്. സോ സ്പ്ലീൻ കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ആൻഡ് ഫാഗോസൈറ്റ്സ്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളത്. ഫാഗോസൈറ്റോസിസ് എന്താ? ഈ മൈക്രോ ഓർഗാനിസത്തിനെ എൻഗൾഫ് ചെയ്യുന്നത്, അങ്ങനെ അതിനെ ഇല്ലാണ്ടാക്കുന്നത്. സോ അതിനെ നശിപ്പിക്കാനുള്ളതാണ് സ്പ്ലീനിലുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റീന് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ലിംഫോസൈറ്റുകളും ഫാഗോസൈറ്റുകളും. അതൊരു ലാർജ് ബീൻ ഷേപ്പ്ഡ് ഓർഗനാണ്. ഇനി ഈ സ്പ്ലീനാണ് നമുക്കൊരു ആക്ട് ആസ് എ ഫിൽറ്റർ, ബ്ലഡിൽ ഒരു ഫിൽറ്റർ പോലെ ഈ സ്പ്ലീൻ ആക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ബൈ ട്രാപ്പിംഗ് ബ്ലഡ് ബോൺ മൈക്രോബ്സ്. ഈ ബ്ലഡിലൂടെ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ സ്പ്ലീൻ എന്തായിട്ട് ആക്ട് ചെയ്യണു? സ്പ്ലീനിലുള്ള ഈ ലിംഫോസൈറ്റ്സും ഫാഗോസൈറ്റ്സുകൾ എന്തായിട്ട് ആക്ട് ചെയ്യണു? അതൊരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യണു. സോ ഒരു ബ്ലഡിലെ ഫിൽറ്ററായിട്ടാണ് നമ്മുടെ സ്പ്ലീൻ ആക്ട് ചെയ്യണത്. ബ്ലഡിലൂടെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയണു. ഇനി ഈ സ്പ്ലീൻ തന്നെയാണ് ലാർജ് റിസർവോയർ ഓഫ് എറിത്രോസൈറ്റ്സ്. എന്താണ് എറിത്രോസൈറ്റ്സ്? RBC, റെഡ് ബ്ലഡ് സെൽസ്. ഈ റെഡ് ബ്ലഡ് സെൽസ് അഥവാ എറിത്രോസൈറ്റ്സിൻ്റെ വലിയൊരു റിസർവോയർ എന്ന് പറഞ്ഞാൽ വലിയൊരു ശേഖരം തന്നെയാണ് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത്. സോ സ്പ്ലീൻ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒരുപാട് RBC ഉണ്ട്. അതുപോലെ സ്പ്ലീനിലുള്ള നമ്മുടെ ലിംഫോസൈറ്റ്സുകളും ഫാഗോസൈറ്റ്സുകളാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ട്രാപ്പ് ചെയ്ത് കില്ല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നത്. അതെങ്ങനെയാണ്? ഈ ബ്ലഡിലുള്ള ഈ സ്പ്ലീനിലുള്ള ഈ പറഞ്ഞ ലിംഫോസൈറ്റ്സും ഫാഗോസൈറ്റ്സും ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുക. ഈ ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്ത് ഒരു ഫിൽറ്റർ പോലെ നിർത്തി അതിനെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇമ്മ്യൂണിറ്റി തന്ന് സഹായിക്കുന്നത് ആരാണ്? സ്പ്ലീനാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പ്ലീനിലുള്ള ലിംഫോസൈറ്റുകളും ഫാഗോസൈറ്റ്സുകളും വെച്ചിട്ട്. ഇനി അടുത്ത ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞത്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറഞ്ഞത് ലിംഫ് നോഡുകളാണ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ നമ്മുടെ മെച്യൂർഡ് ലിംഫോസൈറ്റ്സുകൾ പോകുന്ന സ്ഥലമാണ് ഒന്ന് സ്പ്ലീൻ, രണ്ടാമത് ലിംഫ് നോഡുകൾ. ആ മെച്യൂർഡ് ലിംഫോസൈറ്റ്സുകൾ ഇവിടെയും ഈ പറഞ്ഞ സ്പ്ലീൻ ഇവിടെ ലിംഫ് നോഡുകൾ ഇവിടെയൊക്കെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രോലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു ഇഫക്റ്റർ സെല്ലുകളാണ് ഓരോ പെർട്ടിക്കുലർ ആൻറ്റിജനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെല്ലുകളായിട്ട് മാറുന്നത്. സോ ലിംഫ് നോഡുകൾ എന്താണ് ചെയ്യുന്നത്? ലിംഫ് നോഡ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ചെറിയ ഒരു സോളിഡ് സ്ട്രക്ചറാണ് ലിംഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെവിടെയാണ്? അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് അലോങ് ലിംഫാറ്റിക് സിസ്റ്റം. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പല പല പോയിന്റുകളിലായിട്ടാണ് ലിംഫ് നോഡുകൾ കാണുന്നത്. ചെറിയ ഒരു സ്ട്രക്ചറാണ്, സോളിഡ് സ്ട്രക്ചറുകളാണ്. ആ ചെറിയ സോളിഡ് സ്ട്രക്ചറിൽ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പല പല പോയിന്റുകളിലായിട്ടാണ് ലിംഫ് നോഡുകൾ കാണുന്നത്. ആൻഡ് ഈ ലിംഫ് നോഡുകളും ഈ സ്പ്ലീനെ പോലെ തന്നെ ഫിൽറ്ററായിട്ട് ആക്ട് ആസ് എ ഫിൽറ്റർ ആൻഡ് ട്രാപ്പ് മൈക്രോബ്സ്. എന്ത് ചെയ്യുന്നു? അത് ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യണം. എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്ത് ഒരു ഫിൽറ്റർ പോലെ ലിംഫ് നോഡുകൾ ആക്ട് ചെയ്യണം. എങ്ങനെയാണിത്? മൈക്രോബ്സ് എൻറ്റേർഡ് ഇൻ ദ ലിംഫിൽ എൻ്റർ ചെയ്യുന്ന മൈക്രോബ്സിനെ അത് ട്രാപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ലിംഫ് നോഡുകൾ അതിന് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്. ആൻഡ് ലിംഫിൽ മാത്രമല്ല ടിഷ്യൂ ഫ്ലൂയിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ടിഷ്യൂ ഫ്ലൂയിഡ്, ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലുള്ള അല്ലെങ്കിൽ അവിടെ എൻ്റർ ചെയ്യുന്ന ടിഷ്യൂ ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ വരുന്ന അല്ലെങ്കിൽ ലിംഫ് നോഡ് നമ്മൾ പറഞ്ഞ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ അവിടെ ഇവിടെയുള്ള ചെറിയ സ്മോൾ സോളിഡ് സ്ട്രക്ചറുകളാണ് ലിംഫ് നോഡ്. സോ ലിംഫ് നോഡുകളിലും ടിഷ്യൂ ഫ്ലൂയിഡ് അഥവാ ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡിലും വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്ത് ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലിംഫ് നോഡുകളാണ്. ഇനി ഇവിടെ വരുന്ന ലിംഫ് നോഡുകളിലും ടിഷ്യൂ ഫ്ലൂയിഡിലൊക്കെ വരുന്ന ആൻറ്റിജൻസിനെ എന്ത് ചെയ്യുന്നു? ആൻറ്റിജൻസ് ട്രാപ്ഡ് ഇൻ ദ ലിംഫ് നോഡ്. ഈ പറഞ്ഞ ലിംഫിലും ടിഷ്യൂ ഫ്ലൂയിഡിലും വരുന്ന ആൻറ്റിജൻസ് ട്രാപ്പ് ചെയ്യുന്നു. ആൻഡ് അവിടെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ലിംഫോസൈറ്റ്സ് പ്രസൻറ്റ് ഇൻ ദം. സോ ലിംഫ് നോഡുകളിലുള്ള ഈ ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യുന്നു? അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ആൻറ്റിജൻസിനെ അതിനെ ട്രാപ്പ് ചെയ്ത് ലിംഫോസൈറ്റ്സുകൾ അതിനെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ആ പെർട്ടിക്കുലർ
ലിംഫോസൈറ്റുകൾ ഈ ട്രാപ്പ് ചെയ്ത ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നു. എന്താ ചെയ്യുന്ന ലിംഫ് നോഡിൽ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്യുന്നു. ആ മൈക്രോ ഓർഗാനിസമാണ് നമ്മൾ പറയുന്ന ആൻറ്റിജൻ. സോ ലിംഫ് നോഡിൽ ട്രാപ്പ് ചെയ്യുന്നു എന്തിനെ? ഈ ആൻറ്റിജൻസ് അഥവാ മൈക്രോ ഓർഗാനിസത്തിനെ. എന്നിട്ട് അവിടെയുള്ള നമ്മുടെ ലിംഫ് നോഡിലുള്ള ലിംഫോസൈറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നു. സോ ആൻറ്റിജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ അതിനല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ തുരത്തി ഓടിക്കേണ്ടത് അതിന് തരത്തിലുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നു. ഏത് തരത്തിലുള്ള ആൻറ്റിജനാണ് വന്നത് അതിനനുസരിച്ചുള്ള ലിംഫോസൈറ്റുകളെ ആക്ടിവേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആര് കാണിക്കുന്നു? ലിംഫ് നോഡുകൾ. ഇനി അടുത്തതാണ് സെക്കൻഡ് ലിംഫോയിഡ് ഓർഗനിൽ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പെർട്ടിക്കുലർ ആയിട്ടുള്ള ട്രാക്റ്റുകളിൽ കാണുന്ന മ്യൂക്കോസൽ ലൈനുകളാണ് ഉദ്ദേശിക്കുന്നത്. സോ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ആ മ്യൂക്കസ് ലൈനിങ്ങിൽ കാണുന്ന ലിംഫോയിഡ് ടിഷ്യൂസുകളാണ് പറയുന്നത് മാൾട്ട്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. സോ നമ്മുടെ ബോഡിയിലുള്ള പെർട്ടിക്കുലർ സ്ഥലങ്ങളിലുള്ള മ്യൂക്കസ് ലൈനിങ്ങിലുള്ള ലിംഫോയിഡ് ടിഷ്യൂകളെയാണ് പറയുന്നത് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂസ്. അതൊക്കെ എവിടെയാണെന്ന് നോക്കിയേ. ലിംഫോയിഡ് ടിഷ്യൂ ലൊക്കേറ്റഡ് വിത്തിൻ, എവിടേക്കാണ് ഈ പറഞ്ഞ മ്യൂക്കോസൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ലിംഫോയിഡ് ടിഷ്യൂ ഉള്ളത്? ലിംഫോയിഡ് ടിഷ്യൂ ലൊക്കേറ്റഡ് വിത്തിൻ മ്യൂക്കസ് ലൈനിങ്. നമ്മൾ പറഞ്ഞു മ്യൂക്കസ് ലൈനിങ് അത് നമ്മുടെ മേജർ ട്രാക്ട്, നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാക്റ്റുകളിലുള്ള മ്യൂക്കസ് ലൈനുകൾ എവിടേക്കാണ്? റെസ്പിറേറ്ററി ട്രാക്ട്, അവിടെയുള്ള മ്യൂക്കസ് ലൈനിങ്. അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ട്, അവിടെയുള്ള മ്യൂക്കസ് ലൈനിങ്. അതുപോലെ യൂറിനോജെനിറ്റൽ ട്രാക്ട്, നമ്മുടെ ബോഡിയിലെ യൂറിനോജെനിറ്റൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെയുള്ള മ്യൂക്കസ് ലൈനിങ്ങിലൊക്കെ എന്തുണ്ട്? അവിടെയൊക്കെ എന്തുണ്ട്? ലിംഫോയിഡ് ടിഷ്യൂ. ഈ പറഞ്ഞ റെസ്പിറേറ്ററി ട്രാക്റ്റിലും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും യൂറിനോജെനിറ്റൽ ട്രാക്റ്റിലുമുള്ള മ്യൂക്കസ് ലൈനിങ്ങിൽ അവിടെ എന്തുണ്ട്? ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ അടുത്ത സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. അവരുടെ റോൾ എന്താണ്? ദേ കോൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിൽ 50% ലിംഫോയിഡ് ടിഷ്യൂ എന്താണ്? ഈ മാൾട്ടാണ്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. 50% എന്ന് പറയാൻ കാരണം മെയിൻ ട്രാക്റ്റുകളാണ് നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറിനോജെനിറ്റൽ. ഇവരും നമുക്ക് എന്താ ചെയ്യണം? മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ നമുക്ക് എന്താണ് തരുന്നത്? നമുക്ക് തരുന്നത് ആ പെർട്ടിക്കുലർ ലിംഫോസൈറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റിയാണ് തരുന്നത്. അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇഫക്റ്റർ സെല്ലുകളായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് സ്പ്ലീൻ, ലിംഫ് നോഡ്സ് ആൻഡ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇത്രയൊക്കെയാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്.